സൗകര്യപ്രദമല്ലാത്തതും ഷേപ്പ്ലെസ്സുമായിട്ടുള്ള ഒരു പ്ലോട്ടിൽ വിശാലമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിനായി ഡിസൈനർ നന്നായി ഹോംവർക്ക് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു കാൽക്കുലേഷനോട് കൂടി ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനം നിർണ്ണയിക്കുകയും വേണം. ഓരോ വീടിനെയും വ്യത്യസ്തമാക്കുന്നത് ആ വീടിൻ്റെ ഡിസൈൻ തന്നെയാണ്. സ്മാർട്ട് ഹോമിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നല്ലളത്തുള്ള MM മാൻഷൻ എന്ന വീടിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ആ വീടിന്റെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പായി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇരുപത് സെന്റിൽ 6000 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട്. കൊളോണിയൽ ഡിസൈനും ട്രഡീഷണൽ അറബിക് ഡിസൈനും സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഫ്രണ്ട് എലിവേഷൻ. ആവർത്തന വിരസതയില്ലാത്ത ഇന്റീരിയർ വർക്ക്സ്. ഒരു ഹാളിൽ നിന്ന് ഫാബ്രിക്കേറ്റഡ് പാർട്ടീഷൻ നൽകി നിർമ്മിച്ചെടുത്ത ഫാമിലി ലിവിംഗ് ഏരിയ, ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആൻഡ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ടേബിളോട് കൂടിയ അതിവിശാലമായ ഒരു മോഡുലർ കിച്ചൺ. ഈ വീട്ടിൽ ടോട്ടൽ 6 ബെഡ്റൂംസ് ആണുള്ളത്. ബേസ്മെന്റ് ഏരിയയിൽ 1ഉം ഗ്രൗണ്ട് ഫ്ലോറിൽ 3 എണ്ണവും ടോപ്പിൽ 2 എണ്ണവും. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടെ തന്നെ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫുൾ സൈസ് മിറർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ മാറ്റി പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലുക്ക് കൊടുത്തിട്ട് പോകാനുള്ള പാകത്തിലാണ് ഈ ഒരു നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ തന്നെ മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അത് നമുക്ക് ഷോക്കേസ് ആയിട്ടും യൂസ് ചെയ്യാം, എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഫോട്ടോസും പിന്നെ ടോയ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് TV കാണാനുള്ള പാകത്തിൽ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ TVയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഓവർ ഹൈറ്റിലല്ല. സോ നമുക്ക് കിടന്നിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് ഈ ഒരു ബെഡ്റൂമിൽ TV അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു അലമാരയും സ്റ്റോറേജ് സ്പേസും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് പറയുന്നത് കംപ്ലീറ്റ് വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പിള്ളേർക്കൊക്കെ സ്റ്റഡി ടേബിൾ ആയിട്ടും യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മുടെ അലമാരയാണ്, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു അലമാരയാണ്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 4 കവാടങ്ങളായിട്ടാണ് ഈ ഒരു അലമാര ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മുടെ ഈ ഒരു ബെഡിൻ്റെ ഹെഡ് സ്പേസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വാൾപേപ്പർ കാണാൻ സാധിക്കും. സോ ഈ ഒരു വാൾപേപ്പറിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു 3D ആനിമേഷൻ ഇഫക്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. 2 കളർ മിക്സ് ആണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ മിക്സിലാണ് ഇതിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു വുഡ് ഫ്രെയിമും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ വിൻഡോസിലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പർ പോർഷൻ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഫോൾ സീലിംഗ് വർക്കിന് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് LED ബൾബ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നൈറ്റിലൊക്കെ ഈ ഒരു LED ലൈറ്റ്സ് മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ആണെങ്കിൽ കൂടെ ഈ 2 ബെഡ്റൂമുകൾക്കിടയിലായിട്ട് ഒരു ബാത്റൂം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിന്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് അയൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് പാരന്റ്സ് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പാരന്റ്സ് ബെഡ്റൂം. പാരന്റ്സ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ, ഇവിടെ ഒരു നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ വുഡിലാണ് അലമാരയും കട്ടിലും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അലമാരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4 ഡിവിഷനായിട്ടാണ് ഇവിടെ അലമാര അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അലമാരയുടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫുൾ സൈസ് മിററും കൂടെ ഉണ്ട്. ഒരു വുഡ് ഫ്രെയിമിലാണ് ഈ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കട്ടിലിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് ചുമരിൽ പെയിൻ്റ് അല്ല, ഇതൊരു വാൾ സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഒരു വാൾ പേപ്പറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു മിറർ വർക്കിൽ നല്ലൊരു ഡിസൈനിങ് വർക്ക്സ് കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിലിൻ്റെ 2 സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് 2 ബെഡ് ലാമ്പ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിന് ചെറിയൊരു സീറ്റ് സ്പേസ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നാച്ചുറൽ വുഡാണ്. നല്ല അത്യാവശ്യം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള പാകത്തിൽ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ പാരന്റ്സ് ബെഡ്റൂമിലെ കാഴ്ചകൾ. ഇനി നമുക്ക് കിഡ്സ് റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിഡ്സ് ബെഡ്റൂം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു നമ്മുടെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി ടേബിളിൽ 2 ചെയർ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. ഒരു കിഡ്സ് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിൻഡോസ്, ഈ 2 സൈഡിലേക്ക് നല്ല വിൻഡോസ്, നല്ല കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ട് 2 വിൻഡോസ് ആണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും. ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഫുൾ വുഡാണ്, നാച്ചുറൽ വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു കിഡ്സ് റൂമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾ സീലിംഗ് ആണ്. ഒരു സെമി എക്സഗൺ ഷേപ്പിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീലിംഗിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു LED ബൾബ്സ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഹാളിൽ നിന്നാണ് നമ്മുടെ ബേസ്മെൻറ്റ് ഏരിയയിലേക്കുള്ള ആ ഒരു എൻട്രൻസ്. ബേസ്മെൻറ്റ് ഏരിയയിലെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഒരു ബേസ്മെൻറ്റ് ഏരിയയെ ഏറ്റവും മനോഹരമാക്കുന്നത്, എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലായിട്ട് ഒരു വാട്ടർ ബോഡി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗാർഡൻ കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോൺസ് ഒക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് ഉളു എടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെയൊരു ഏരിയ നിർമ്മിക്കുകയാണെങ്കിൽ, അതായത് ഇത് പ്ലോട്ട് ഇവിടെ മുഴുവനും മണ്ണ് നിറച്ചുകൊണ്ട് ഒരു ഫ്ലോർ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചിലവും ഇവിടെ ഒരു ഫ്ലോർ നിർമ്മിച്ചെടുക്കുമ്പോഴുള്ള ചിലവും കൂടെ കണക്ക് കൂട്ടിയപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ നിർമ്മിച്ചെടുക്കുന്നതാണ് നല്ലത് എന്നൊരാശയത്തിലേക്ക് വരികയും അങ്ങനെയാണ് ഈ ഫ്ലോർ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ ബാക്ക് സൈഡിൽ നിന്ന് നേരിട്ട് പുറത്തു നിന്നും കയറി വരുവാനും അതുപോലെ വീടിൻ്റെ സെൻട്രൽ വാളിൽ നിന്നും നേരിട്ട് ഇറങ്ങി വരുവാനുമുള്ള സൗകര്യവും കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹോം തിയേറ്റർ ഏരിയ, പ്രെയർ ഏരിയ, അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ ഇവിടെ സജ്ജീകരിച്ച് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഹാളാണ്. ഈ ഹാള് വേണമെങ്കിൽ നമുക്ക് പാർട്ടി ഹാളായിട്ടോ മീറ്റിംഗ് ഹാളായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ മെയിനായിട്ടും 2 റൂമുകളാണുള്ളത്. ഒന്ന് നിസ്കാര റൂമാണ്, രണ്ടാമത്തത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ റൂമിൻ്റെ കാഴ്ചകളിലേക്ക്
ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഡോർ ആണ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാസ്തുപ്രകാരം ഇവിടെ ഒരു പാഷ്യോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാഷ്യോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാഷ്യോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ ചുമ്മാ വന്നിരിക്കാനും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. മരിയ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്റ്റിന്റെ സിഇഒയും ഈ വീടിന്റെ ഡിസൈനറുമായിട്ടുള്ള മിസ്റ്റർ ആഷിഖ് മാമു ആണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ സർ, എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മരിയ ഗ്രൂപ്പ് വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈനുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഒരാളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഒരു വീട് ഡിസൈൻ ചെയ്യുന്നത്? അതുമാത്രമല്ല, നിർമ്മിച്ച എല്ലാ വീടുകളും എങ്ങനെയാണ് ഒരു ലാൻഡ്മാർക്കാക്കി മാറ്റിയെടുക്കുന്നത്? ഓരോ വീടുകളും രൂപകൽപ്പന ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രദ്ധയോടെയും തികഞ്ഞ ആത്മാർത്ഥതയോടും കൂടിയാണ്. ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഡിസൈനർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫ്രഷായിട്ടുള്ള, ഒട്ടും സംഘർഷഭരിതമല്ലാത്ത നല്ല മനസ്സോടെയാണ് ഡിസൈൻ ചെയ്യുവാൻ തുടങ്ങുന്നത് എങ്കിൽ ഓരോ നിർമ്മിതിയും ഓരോ ലാൻഡ്മാർക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യൂബിസ് ഗ്രൂപ്പിൻ്റെ MD മിസ്റ്റർ സലീമിന് വേണ്ടി വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ മരിയ ഗ്രൂപ്പിലെ ഡിസൈൻ ടീം അംഗങ്ങൾക്ക് അങ്ങനെ ഒരു പാശ്ചാത്തലം ലഭിച്ചതുകൊണ്ടായിരിക്കാം ഇവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ നല്ലൊരു ഡിസൈൻ ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിച്ചത്. സർ, ഓരോ വീട് ഡിസൈൻ ചെയ്യുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? ഓരോ വീടുകളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുക്കുമ്പോൾ അവിടെ താമസിക്കുന്ന വീട്ടുകാരൻ്റെ ജീവിത രീതിയും സ്റ്റാറ്റസുമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇവിടെ ഒരുപാട് പണമുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീട് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും എന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഓരോ ആൾക്കാരെയും, ഏറ്റവും താഴെയുള്ള ആൾക്കാരെയും മുകളിലുള്ള ആൾക്കാരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറുള്ള ആൾക്കാർക്ക് മാത്രമേ നല്ലൊരു വീട് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മിസ്റ്റർ സലീമിൻ്റെ വീടിനും നമുക്കത് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ മിസ്റ്റർ സലീമിൻ്റെ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം ഓരോ കാര്യത്തിലും സൂക്ഷ്മതയോടെ ഇടപെടുമെങ്കിലും ഒരു കാര്യത്തിലും വാശി പിടിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വാപ്പ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്ത് നിന്നും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിച്ചതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തിയാക്കി കൊടുക്കുവാൻ സാധിച്ചത്. ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഇപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ആർച്ച് ഷേപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നാച്ചുറൽ വുഡായിട്ടുള്ള തേക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്ലാസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ നല്ല ലെങ്തി പാസേജ് ആണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഹാള് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാള്, ഗസ്റ്റ് ലിവിങ് ഏരിയ ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലൈറ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ മനോഹരമായിട്ട് 3 ഫർണിച്ചർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു ബാൽക്കണിയുടെ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ നല്ലൊരു എയർ പാസേജിന് വേണ്ടിയിട്ട് 3 എയർ ഹോൾസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി.
വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു എനർജി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്തുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതേപോലെയുള്ള 3 ബാൽക്കണീസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ആർച്ച് ഷേപ്പിലുള്ള വുഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ മോളത്തെ നിലയിലെ ബെഡ്റൂം. ഇത് നമ്മൾ താഴെ കണ്ടതുപോലെ അങ്ങനെ ഓവർ അഡ്വാൻസ്ഡ് ഒന്നുമല്ല, ഒരു നോർമൽ ബെഡ്റൂം. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? തീർച്ചയായും ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്, അറിയാലോ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പഴയ വീട് നിന്ന വീട് അത് പൊളിച്ച് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ ഫ്ലാറ്റിലാണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ പരിമിതികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് സൗകര്യമുള്ള വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായിരുന്നാലും ശരി, ഞങ്ങൾ വെറും 14 മാസം കൊണ്ടാണ് ഈ വീട് നമ്മൾ ഹൗസ് വാമിങ് കഴിച്ച് കയറിയത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം 1.5 വർഷമാണ് നമുക്ക് എഞ്ചിനീയർ പറഞ്ഞതെങ്കിലും അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കിത് തീർക്കാൻ സാധിച്ചു. അപ്പം സ്ട്രക്ചറൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ നടന്നു. എങ്കിൽ പോലും അവസാനത്തെ ഒരു 1-2 മാസം ഞങ്ങൾക്ക് ശരിക്കും വെല്ലുവിളിയായിരുന്നു. കാരണം ഫിനിഷിംഗ് വർക്കും ഒരുപാട് വർക്കേഴ്സിനെ വെച്ചിട്ട് ഒന്നിച്ച് അത് കൊണ്ടുപോവുക. പിന്നെ പ്രീ പ്ലാന്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് ആ സമയത്തിന് തീർക്കാൻ പറ്റും. ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു? തീർച്ചയായും പ്ലാൻഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇന്റീരിയറിന്റെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഇന്റീരിയർ ചെയ്യുമ്പോൾ തന്നെ പെയിന്റിങ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഫർണിച്ചറുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലി പ്ലാൻഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. കുറച്ചുകൂടി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി താല്പര്യമുള്ള ഒരാളായതുകൊണ്ടും നമ്മൾ ആ ഒരു ഡിസൈൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കത് എളുപ്പമാകും. പിന്നെ പല സ്ഥലത്തും ഞങ്ങൾ പോകുമ്പോഴും വിസിറ്റ് ചെയ്യുമ്പോഴും കാണുന്നത് ഞങ്ങളൊന്ന് മനസ്സിൽ പകർത്തി അത് ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു വീട് എടുക്കുന്നവരെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ വീടിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അല്ലേ? കാരണം ഇന്നും ഇന്നലെയല്ല, അതൊരു 10-20 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് ഇപ്പൊ ഞങ്ങൾ സാധിച്ചത്. അപ്പൊ 10-20 വർഷമായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഇപ്പം സഫലമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് താഴെ ഒരു ബേസ്മെന്റ് ഏരിയ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഈ വീടിനെ മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ബേസ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്? കോൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ കിടപ്പ്, അതായത് ലാൻഡ്സ്കേപ്പ് ബാക്കോട്ട് നമ്മൾ താഴ്ന്ന പ്രദേശമാണത്. തീർച്ചയായും നമ്മുടെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി വെറുതെ നമ്മളത് ഫില്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് ഏതായാലും അത് മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കത് ഒരു ഗാരേജ് ആയിട്ട് ഉപയോഗിക്കാന്നാണ് ആദ്യത്തെ പ്ലാൻ. പിന്നീട് തോന്നി ഗാരേജ് ഒക്കെ ആകുമ്പോൾ അത് വെറുതെ വേസ്റ്റ് ആയി കിടക്കുകയുള്ളൂ. സ്റ്റോറായി കിടക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കതൊരു ഹോളായിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ മീറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് കുറെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒക്കെ സൗകര്യത്തിന് റൂമൊക്കെ ഉണ്ടല്ലോ താഴെ. ഒരു ഗസ്റ്റ് റൂം നമ്മൾ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വിശാലത താഴത്ത്, പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ പുറത്ത് അവിടെ നേരിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ. അതുപോലെ നമുക്ക് കാരണം കിച്ചണും ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കിപ്പം താഴേക്ക് ബേസ്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട് സിറ്റ് ഔട്ടും ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്, കിച്ചണും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും ഫ്രണ്ടിലേക്ക് എത്താനുള്ള സൗകര്യവും. അപ്പോൾ തീർച്ചയായും ആ ഭാഗം നമുക്ക് വേറെ തന്നെ ഒരു പ്രൈവസി ഏരിയ ആയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ 2 ലെയർ താഴെ ബേസ്മെന്റ് ഒക്കെ ഉണ്ടാകും, കിച്ചൺ താഴെയാണ് വരാറ്. ഇത് നമ്മൾ കിച്ചണും, കാരണം ഈ ഇപ്പോഴത്തെ കാലത്ത് കാറ്ററൊക്കെ വലിയ കാലുവേദന മുട്ടുവേദന ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരേ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. എല്ലാവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ മക്കള് ഇപ്പോൾ ഈ കാലത്ത് ഈ കുട്ടികളെല്ലാം ഒരേ ഫ്ലോറിൽ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ, അതുകൊണ്ടാണ് ഈ 3 ബെഡ്റൂം താഴെ സജ്ജീകരിച്ചത്. കാരണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ കാര്യങ്ങൾ ഇടപെടാനും നോക്കാനും സൗകര്യം എന്ന് വെച്ചിട്ട് കുട്ടികളൊക്കെ ഒരേ ഫ്ലോറിൽ തന്നെയാണ് എല്ലാവരും ബെഡ്റൂം സജ്ജീകരിച്ചത്. ഇത്താന്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇത്താന്റെ റിക്വയർമെന്റ്സ്? എനിക്ക് പ്രത്യേകിച്ച് കിച്ചനെ കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. കിച്ചൺ ഏറ്റവും വിശാലതയോട് കൂടി തന്നെ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. കിച്ചനോട് കൂടി ഒരു വർക്ക് ഏരിയയും ഉണ്ടാക്കിയിട്ടുണ്ട്, അതും വേണമെന്നുള്ളതൊരു നിർബന്ധ കാര്യമായിരുന്നു. എല്ലാ അടുപ്പും ഗ്യാസും എല്ലാം ഒന്നില്, വാഷിംഗ് മെഷീനൊക്കെ വർക്ക് ഏരിയയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു വീട് ഐശ്വര്യം അല്ലേ? അപ്പൊ ഏതാണ് മോക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ?
എനിക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് വെച്ചാൽ ബാൽക്കണിയാണ്. ബാൽക്കണിയാണ്, അടിപൊളിയാണല്ലേ. അപ്പൊ ചുമ്മാ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഷെമില 10ാം ക്ലാസ്സിലാണല്ലേ. അപ്പം സ്റ്റഡി ഏരിയയിലാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്? സ്റ്റഡി ഹാള് ആയിട്ട് സ്പെൻഡ് ചെയ്യില്ല, കൂടുതലും ഒരു ഫ്രീ ഏരിയയിൽ ഇരുന്ന് പഠിക്കാനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി തോന്നുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞ മാതിരി തന്നെ ബാൽക്കണി ആ ഒരു ഭാഗത്ത് തന്നെയാണ് പഠിക്കാൻ യൂസ് ചെയ്യല്. കാരണം ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടും നല്ലൊരു കംഫർട്ടബിൾ ഏരിയ ആണ്. അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ മേലെ പോവുക അല്ലെങ്കിൽ ഈ ഏതെങ്കിലും റൂമിൽ ഇരുന്ന് സ്റ്റഡി തന്നെയാണ്. അപ്പൊ ഈ ഒരു വീട്ടിൽ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയാണല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? തീർച്ചയായും. ഇനി നമുക്ക് ഷാമിലിലേക്ക് വരാം. ഷാമിലിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോർണർ ഏതാണ് ഈ വീട്ടിൽ? നമ്മളെ സംബന്ധിച്ചോളം വീട്ടിലിരിക്കുന്ന ആൾക്കാരാവില്ല പൊതുവെ ഉണ്ടാവില്ല. പക്ഷേ പുതിയ വീട് വന്നതിന് ശേഷം വീട്ടിലിരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ബേസ്മെന്റിലാണ്. നമ്മുടെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂഷൻ പാറ്റേൺ ആണ്, കൊളോണിയൽ ആൻഡ് ട്രഡീഷണൽ മിക്സ് ആണ്. അപ്പം നമ്മുടെ പുറത്ത് നിന്ന് കാണുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് എലിവേഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്? അല്ല, ഞങ്ങൾ റിക്വയർമെൻ്റ് ആയിരുന്നു അത്. കാരണം പിന്നെ ഫ്രണ്ടേജ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ആ മാക്സിമം ഏരിയ കവർ ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഫ്രണ്ടേജ് മൊത്തം കാണുന്ന രീതിയിലാണല്ലോ കുറച്ച് കാഴ്ചയുള്ള എന്നും. അതുപോലെ തന്നെ നമുക്കൊരു വ്യത്യസ്തത എല്ലാവരുടെ അടുത്തു നിന്നുള്ളതിൽ നിന്നൊരു വ്യത്യസ്തത മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ കുറവായിരിക്കണം. മെയിൻ്റെനൻസ് കുറവാകുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് നമ്മുടെ എഞ്ചിനീയർ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അവർ അതുപോലുള്ള കുറച്ച് പാറ്റേൺ തന്നു. ഉടനെ തന്നെ ഒരൊറ്റ എലിവേഷനിൽ തന്നെ അവർ തന്ന ഒരു എലിവേഷനോട് കൂടി നമുക്കത് ഫൈനൽ ചെയ്യാൻ പറ്റി. അത് അവരുടെ ഒരു കഴിവാണ്. കാരണം അത് നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പഠിക്കുകയും അത് ഞങ്ങൾക്ക് അതേപോലെ തന്നെ, കാരണം ഞങ്ങൾ ചിന്തിച്ചതിലപ്പുറം ഭംഗിയാക്കി ഞങ്ങൾക്ക് ഈ വീട് ഉണ്ടാക്കി തരാൻ നമ്മുടെ ആഷിഖ് മുഹമ്മദ് സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം നമ്മുടെ മീഡിയ വൺ പ്രേക്ഷകർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. MM മാൻഷൻ എന്ന വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരേക്കും ദിസ് ഇസ് മീ മേഘ. ഐ ആം സൈനിങ് ഓഫ്.